ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. അതായത് രാത്രി ഒരുപാട് സമയം കിടന്നിട്ടും ഉറക്ക് തീരെ വരുന്നില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ആളുകൾക്ക് ഉറക്ക് കിട്ടാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഉറങ്ങുന്നത്, അതായത് കിടന്ന ഉടൻ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ഉറക്കത്തിലേക്ക്, ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് നമ്മളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ ഭാഗ്യ മാം ആണ്, Q&B ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഡോക്ടറെ, ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, തീരെ ഉറക്ക് കിട്ടുന്നില്ല. അതായത് 10 മണിക്ക് കിടക്കുന്നുണ്ടാവും, പക്ഷെ അവർ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാന്നല്ലാതെ ഉറക്ക് വരുന്നത് ചിലപ്പോൾ 2 മണി അല്ലെങ്കിൽ 3 മണിയാവുന്ന സമയത്തായിരിക്കും. വളരെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇത് ആ സമയത്ത് ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഈവൻ എഴുന്നേറ്റാൽ തന്നെ നല്ല ഉറക്കത്തിന്റെ ക്ഷീണം ഉണ്ടാവും. അതായത് നമ്മൾ എവിടെയെങ്കിലും ചാരി ഇരുന്നാൽ ഉറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ചില ആളുകൾ പറയാറുണ്ട്. പെട്ടെന്ന് ഉറങ്ങാറൊക്കെ ഉണ്ട്, പക്ഷേ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇടവിട്ടിട്ട് പെട്ടെന്ന് ഞെട്ടിയിടിക്കുക. അതായത് ഒരു പാനിക് അറ്റാക്ക് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ ഒരു അറ്റാക്കിൻ്റെ ഇതൊക്കെ പോലെ ഇപ്പം എന്തോ വേദന അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലെ ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക, എഴുന്നേൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരിക. ചില ആളുകൾ പറയാറുണ്ട് ഉറങ്ങാനൊക്കെ നല്ലപോലെ ഉറങ്ങാനൊക്കെ വരും, ഉറക്കമൊക്കെ വരും, പക്ഷേ ഉറങ്ങാനടുത്ത് തുടങ്ങുമ്പോഴേക്കും മൂത്രമൊഴിക്കാൻ മുട്ടും. അങ്ങനെ എഴുന്നേറ്റ് പോയി മൂത്രമൊഴിച്ച് വരുമ്പോഴേക്കും പിന്നെ ഉറക്ക് പോകും. പിന്നെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ഉറക്കം വരിക. അത് നമ്മളേക്ക് പിന്നെ റെക്കറൻ്റ് ആയിട്ട് പോകാൻ വരും. ഇത് പലപ്പോഴും പല ആളുകൾ, ഇന്ന് പ്രായഭേദമന്യേ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഉറക്കം വരാത്തതിന്റെ കാരണം? ഇപ്പം നമ്മളിപ്പം പറഞ്ഞ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഇൻസോംനിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇന്നിപ്പോൾ എല്ലാ പ്രായക്കാരിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കുറച്ചധികം നമുക്ക് പറയാൻ പറ്റുന്നത് സ്ത്രീകളിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അവരിൽ ഒരുപാട് ഹോർമോണൽ വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഹോട്ട് ഫ്ലാഷസ്, ഈ മെനാപ്പോസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പൊതുവേ കാണിക്കുന്നതാണ് ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രായം കുറച്ച് കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡീൻ്റെ അകത്താണെങ്കിലും ഒരുപാട് ചേഞ്ചസ് ആണ്, മെറ്റബോളിക് ചേഞ്ചസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ഉറക്കക്കുറവ് പലരിലും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് ശരിക്കും ഒരു ാണ് നമ്മൾ അതെങ്ങനെയാണോ നമ്മുടെ ശരീരത്തിനെ ശീലിപ്പിക്കുന്നത്, അതുപോലെ ഇരിക്കും ഒരു നല്ല ഉറക്കം എപ്പോഴും. അപ്പൊ ഇന്നത്തെ ഒരു യുവതലമുറയെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അവരുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരിത് ശീലിപ്പിക്കുന്നില്ല ബോഡീനെ. അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിടന്നാൽ മതി, അതുപോലെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേറ്റാൽ മതി. അങ്ങനെയുള്ളൊരു ഋതം നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ഒരു ഋതം ഉണ്ട്, സിർക്കാഡിയൻ ഋതം, അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്കിൽ വരുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസ് വരുത്തുന്നത് ആരാ? നമ്മൾ തന്നെയാണ്. നമ്മുടെ ഒരുപാട് ഹാബിറ്റ്സും കാര്യങ്ങളും കൊണ്ട് തന്നെ ഈ ബയോളജിക്കൽ ക്ലോക്കിൽ പല ചേഞ്ചസും വരുന്നു. അതായത് ഹോർമോണൽ റെഗുലേഷനും ഈ സ്ലീപ്പ് വേക്കപ്പ് സൈക്കിളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു സിർക്കാഡിയൻ ഋതാണ്. അതിൽ മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ ഉറക്ക പ്രശ്നങ്ങളും ഈ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രി മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് നമ്മൾ എണീറ്റ് പോകുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ, പുരുഷന്മാരൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെ രാത്രി കൂടെ അവർക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി, അതിപ്പോൾ പകൽ സമയമാണെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അവരോട് നമ്മൾ പറയുന്നത് എന്താ, നിങ്ങൾ കഴിവതും നേരത്തെ വെള്ളം കുടിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന്റെ ജസ്റ്റ് മുൻപായിട്ട് കുറേ വെള്ളം കുടിച്ച് പോയി കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ എണീക്കേണ്ടി വരും. അതൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് കാരണങ്ങളാണ്. ഇപ്പം പ്രോസ്റ്റേറ്റിന്റെ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ നമ്മൾ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല പ്രായക്കാരുണ്ട്, പിന്നെ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, ശരിക്കും എത്ര സമയം നമ്മളൊരു മനുഷ്യൻ ഉറങ്ങേണ്ടതുണ്ട്? നോർമലി ഇപ്പം നമ്മുടെ കുട്ടികളുടെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അവരെന്താണെങ്കിലും 8 മണിക്കൂറിന് താഴത്ത് അവരുടെ ഉറക്കം കുറയാൻ പാടില്ല. 8 മണിക്കൂർ മിനിമം അവരെന്താണെങ്കിലും ഉറങ്ങണം. അപ്പം കുറച്ച് പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു 50+ അല്ലെങ്കിൽ 55+ ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഒരു 5 hours-നും 7 hours-നും ഉള്ളിലായിരിക്കണം. ഈ 5 hours-ന് താഴോട്ട് അത് പോകാൻ പാടില്ല. 5 മണിക്കൂറിന് താഴോട്ട് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം എണീച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആവില്ല. നമ്മൾ സ്റ്റേബിൾ ആയിരിക്കില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പല കാര്യങ്ങളിലും ഉന്മേഷക്കുറവ്, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ നമ്മൾ കൃത്യമായിട്ട് ഒരു 5 മുതൽ 7 മണിക്കൂർ വരെ കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ ഉറക്ക് ഇത്രയും കറക്റ്റ് സമയത്ത്, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഉറങ്ങാതിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? യുവതലമുറയിലുള്ള ആളുകളാണ്. മറ്റുള്ള ആളുകൾക്ക്, പ്രായം ചെന്ന ആളുകൾക്ക് ഉറക്കം വരാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അവരുടെ ബോഡിയിലുള്ള ഈ ചേഞ്ചസ് കാരണം അവർക്ക് ഉറക്കം വരാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കൂടുതൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ രാത്രി കുറേ സമയം ഫോണും കണ്ട് കിടക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് ഒരുപാട് അടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉറക്കക്കുറവ് നോർമലി നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആവുകയും നമ്മുടെ ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും സമയം അല്ലെങ്കിൽ നല്ലൊരു ഉറക്കം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ
ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടുള്ളൂ. അപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, എക്സസൈസ് ചെയ്യേണ്ടി വരും, അതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം കിട്ടും. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഉറക്കത്തിൻ്റെ വിഷയങ്ങളാണ്. അതായത് പെട്ടെന്ന് ഉറങ്ങാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ളത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉറക്കം കിട്ടാത്ത ആളുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ ഞെട്ടി എണീക്കുന്ന സമയത്ത് എന്താണ് കാര്യങ്ങളൊക്കെ എന്നുള്ള ഡിസ്കഷൻസാണ് നമ്മളിപ്പോൾ ഡോക്ടർ ഭാഗ്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഡോക്ടർ നേരത്തെ ചോദിച്ച ചോദ്യം കംപ്ലീറ്റ് ചെയ്തില്ല. അതായത് 5 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ ഒരാൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം യുവതലമുറ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ല പ്രശ്നം. അപ്പോൾ രാവിലെ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മോഷൻ പ്രോബ്ലം അവിടെ സ്റ്റാർട്ടാവും. അതായത് രാവിലത്തെ ഒരു റൂട്ടീൻ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോൾ നമ്മൾ ടോയ്ലറ്റ് പോവുക, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നോർമലി ചെയ്യുന്നത്. അപ്പം അവിടെ തന്നെ നമുക്ക് പ്രശ്നം വന്നു. ആ മോഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പോകണമെന്നില്ല, കാരണം അവിടെ ഒരു ഇൻഡൈജഷൻ പ്രോബ്ലം സ്റ്റാർട്ടായി. ചിലപ്പോൾ നിങ്ങൾ തലേ ദിവസം രാത്രി ഫുഡ് കഴിച്ച പാടെയാണ് പോയി കിടന്നതെങ്കിൽ പറയേണ്ട, ഒട്ടും തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മോഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വന്നു. പിന്നെ ഇതിങ്ങനെ ഡെയിലി നിങ്ങളിങ്ങനെ ഉറക്കമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് വരാം? ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്, ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്, ഹൃദ്രോഗം വരാനുള്ള ചാൻസസ് കൂടുതലാണ്, ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം. ഇതിനൊക്കെ ഒരു റീസൺ, ഒരു പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റൂട്ട് കോസ് ആയിട്ട് നമുക്ക് ഒരു ഇൻഡൈജഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്ന ഒരുപാട് റീസൺസ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ കുറച്ച് പ്രായം എത്തിക്കഴിഞ്ഞ ആളുകളൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസിലുപരി ഉള്ള അസുഖം പെട്ടെന്നൊന്ന് നോർമൽ സ്റ്റേജിലോട്ട് വരാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത്തരം ആളുകളാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ എടുക്കണം. നിങ്ങളത് നിസ്സാരാണ്, അല്ലെങ്കിൽ പ്രായം എത്തിക്കഴിഞ്ഞാൽ ഇത്ര ഉറക്കേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 3-4 മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും കരുതരുത്. അങ്ങനെ കരുതി കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡീനെ വീണ്ടും കൂടി എന്ത് ചെയ്യും? വീക്കാക്കുകയും അത് മറ്റുള്ള അസുഖങ്ങളിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യും. അപ്പം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു കൺസൾട്ടേഷനോ കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചികിത്സിക്കുക തന്നെ വേണം. കാരണം ഇത് ഭാവിയിൽ പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ വളരെ ഗുരുതരാവും. പിന്നെ തീരെ ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ നമുക്ക് സംതൃപ്തിയായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് ക്ഷീണത്തിലേക്ക് നമ്മളെ ബോഡി എത്തും. ഇത് നിങ്ങൾ വളരെ നിസ്സാരമായി ചിലപ്പോൾ കാണും, ഉറങ്ങിയിട്ട് ഇത്ര കുഴപ്പമില്ലല്ലോ. ഇത്തരം ഒരുപാട് ആളുകളാണ് നമ്മൾ ക്ലിനിക്കിൽ വരുന്നത്. ഉറങ്ങാൻ പറ്റുന്നില്ല, ഇത് ഉറങ്ങിയിട്ട് സമാധാനം കിട്ടുന്നില്ല, ഭയങ്കര സ്ട്രെസ്സ് വരികയാണ്, തടി കൂടുകയാണ്, അസുഖങ്ങൾ വരികയാണ്, നമ്മൾ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്തരം ഒരുപാട് പേഷ്യൻസ് ആണ് നമ്മുടെ ക്ലിനിക്കിൽ ദിവസവും വരുന്നത്. അത് നിങ്ങൾ അറിയാഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് കൂടുതൽ വിവരങ്ങൾക്കോ അല്ലെങ്കിൽ ഡോക്ടർ ഓഫ്ലൈൻ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ പിന്നെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. പിന്നെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കത്തിനിടയിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ, പിന്നീട് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പിന്നെയും വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന സിറ്റുവേഷൻ. അതെന്തുകൊണ്ടായിരിക്കും? നമുക്ക് എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഉറക്കം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ ഉറക്കത്തിൽ ഞെട്ടിണീക്കുക, അതിനൊക്കെ ഒരു റീസൺ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, മെൻ്റൽ ട്രോമ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രോമ വന്നിട്ടുണ്ടെങ്കിൽ ലൈഫിൽ, അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ബ്രേക്കപ്പ് എടുക്കാം. ഒരു ബ്രേക്കപ്പ് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവരിൽ ഇടയ്ക്കിടയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മളൊരു ആക്സിഡൻറ്റ് കണ്ടൊരു ഹിസ്റ്ററി നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതിന് വലിയൊരു കാരണമാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കോസസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും അവിടെ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും വേണ്ടി വരും. അതെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓക്കെ ആവും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉറക്കത്തിന് മുമ്പ് അല്ലെങ്കിൽ വളരെ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് വളരെ ലേറ്റായിട്ട് കിടന്നുറങ്ങാവുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇപ്പം ഈ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഈ ഉറക്കത്തിന് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇപ്പം നമ്മൾ ലേറ്റായിട്ട് ഫുഡ് കഴിച്ച് കഴിയുക, അതായത് ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു 11 മണിക്ക് ആകുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഡൈജഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡൈജഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരുപാട് ഓർഗൻസ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇൻവോൾവ് ആവുകയാണ് അല്ലേ. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ഈസോഫാഗസ്, സ്റ്റൊമക്ക്, അതുപോലെ തന്നെ കുടലിലെത്തുന്നു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരുപാട് എൻസൈംസ്, പാൻക്രിയാറ്റിക് ജ്യൂസസ്, അങ്ങനെ എല്ലാ ഓർഗൻസും, ലിവർ അവിടെ നിന്ന് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഓർഗൻസും എന്താണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്കൊക്കെ ഒരു റെസ്റ്റ് വേണം.
വേണം അല്ലേ? നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ മൈൻഡിനാണെങ്കിലും നമ്മുടെ ബോഡിക്കാണെങ്കിലും നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഉറക്കമാണ്. അപ്പോൾ ഉറക്കത്തിൻ്റെ ജസ്റ്റ് മുൻപായിട്ട് നിങ്ങൾ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഇവർ സ്റ്റാർട്ട് ചെയ്യുക, അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഓർഗൻസിനൊന്നും എന്തില്ല, റെസ്റ്റ് ഇല്ല. അപ്പോൾ അതെന്ത് ഇൻഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങളിലോട്ട് ലീഡ് ചെയ്യും. ഈ പറയുന്ന പോലെ മറ്റുള്ള ഹൃദ്രോഗം, ഒരുപാട് അസുഖങ്ങൾ, അതായത് മെറ്റബോളിക് സിൻഡ്രോംസ് ഒരുപാട് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉറക്കത്തിൻ്റെയും ഉറക്കമില്ലായ്മേൻ്റെയും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ലീപ്പ്, അതായത് നമുക്കൊരു സമാധാനത്തോടെ ഒരു സ്ലീപ്പ്, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നല്ല എനർജിയോടെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശരിക്ക് എന്താണ് നമുക്ക് നല്ലൊരു ഉറക്ക് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്? നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം കുട്ടികളുടെ ഇടയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ കൂടുതലായിട്ട് ഫോൺ കണ്ട് കിടന്നുറങ്ങുന്ന ശീലമൊക്കെ ഉണ്ട്. അപ്പം അത്തരം ശീലങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്ലീപ്പ് എൻവയോൺമെൻറ്റ് ഉണ്ട്, അത് നല്ലൊരു ഗുഡായിട്ട്, അതായത് നമുക്കത് ഒരു പ്ലസൻറ്റ് ഫീലിംഗ് തരണം. ആ ഒരു റൂം അല്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്ലസൻറ്റ് ഫീലിംഗ് തരുന്നതായിരിക്കണം. അപ്പം നല്ലൊരു ബെഡ്ഷീറ്റ് ഇടുന്നതോ അല്ലെങ്കിൽ നമ്മളെ കർട്ടൻ യൂസ് ചെയ്യുന്നതോ എല്ലാം നല്ലതും ക്ലീൻഡും ആയിരിക്കണം. അപ്പോൾ അവിടെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കണം കിട്ടേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരു 2 ഡിഗ്രി എങ്കിലും കുറയ്ക്കാൻ നമ്മൾ രാത്രി ഒന്ന് കുളിക്കുന്നത് നല്ലതാണ്. അപ്പം അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഹെവി ഫുഡ് കഴിക്കാതിരിക്കാം, മാക്സിമം മിനിമൽ ആയിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുക. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹോട്ട് ഫ്ലാഷസും കാര്യങ്ങളൊക്കെ ഒരു മെനാപ്പോസ് അടുപ്പിച്ച് വരുന്നതാണ്. അപ്പം കുറച്ചും കൂടി അവരുടെ ആ ഒരു ഹോർമോണൽ, അതായത് ഇംബാലൻസ് ഒക്കെ കളയുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ ഫൈറ്റോ ഈസ്ട്രോജൻ ആണെങ്കിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡുകളും അല്ലെങ്കിൽ ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നേരത്തെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ബോഡി കുറച്ചും കൂടി ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കാം ആ ഒരു സ്റ്റേജിലോട്ട് ബോഡീനെ കൊണ്ടുവരാൻ നമുക്ക് ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു മെലാറ്റോണിൻ ഹോർമോൺസിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിനകത്ത് ആൽമണ്ട്സ്, ബദാം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വാൾനട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സെറോട്ടോണിൻ ഹോർമോൺസ് ഉണ്ട്, ഇത് നമ്മുടെ ഒരു ഹാപ്പി ഹോർമോൺസ് ആണ്. ഈ ഒരു ഹാപ്പി ഹോർമോൺസിനെ നോർമലായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ നമ്മൾ കിവി പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലൊരു ഉറക്കത്തിന് കാരണമാവും. ഇപ്പോൾ നേരത്തെ തന്നെ ഇൻട്രോയിൽ പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു, നമുക്ക് കിടന്ന ഒരു 5 മിനിറ്റിൽ ഉറങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിക്കുകയാണ്, നമ്മൾ കിടന്ന ഉടനെ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഉറങ്ങാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ലൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുളിക്കുക, അതപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ കുറയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാലെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ റൂമൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലായിട്ട് ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തുക. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ബുക്കൊക്കെ വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഓവർ തിങ്കിങ്, അതായത് എനിക്ക് ഉറക്കം വരുമോ, ഉറക്കം കിട്ടുമോ, അങ്ങനെയുള്ള തിങ്കിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട, അതൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ നന്നായിട്ട് ഇൻഹേൽ ചെയ്യുക, ഒരു 4 സെക്കൻഡോളം നിങ്ങൾ ഇൻഹേൽ ചെയ്ത് വെക്കുക, ശ്വാസം വലിച്ചെടുക്കുക. എന്നിട്ട് ഒരു 7 സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്ത് വെക്കുക, അതായത് ജസ്റ്റ് ഒന്ന് അവിടെ പിടിച്ചു നിർത്തുക. എന്നിട്ടൊരു 8 സെക്കൻഡ് എന്ത് ചെയ്യുക, അത് പതുക്കെ റിലീസ് ചെയ്യുക, അതായത് മെല്ലെ എക്സ്ഹേൽ ചെയ്യുക. ഈ ഒരു ടെക്നിക്സും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലൊരു ഉറക്കം കിട്ടുന്നതാണ്. ഇപ്പോൾ ഡോക്ടറെ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കാലിൽ ഷോക്സ് ഇട്ടിട്ട് കിടന്നുറങ്ങുന്നത് നല്ലതാണ്, അത് ശരിയാണോ? അത് ശരിയാണ്. നമ്മൾ കാലിൽ സോക്സ് ഇട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുന്നതാണ്. അതിനുള്ളൊരു റീസൺ, നമ്മുടെ കാലിനടിയിൽ ഒരു വാംനെസ് കിട്ടും. നമ്മൾ സോക്സ് ഇടുന്ന സമയത്ത് ഒരു ചെറിയൊരു ചൂട് കിട്ടും. ഇതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ ഡയലേറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു കോർ ടെമ്പറേച്ചർ കുറയുകയും നല്ലൊരു ഉറക്കം നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ആയുർവേദത്തിനകത്ത് നമ്മൾ കാലിനടിയിൽ മസാജ് ചെയ്യുക. അതുപോലെ തന്നെ മൂർധാവിൽ നമ്മളൊരു ഓയിൽ ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ ക്ഷീരബല തൈലമൊക്കെ ഉപയോഗിച്ചിട്ട് മൂർധാവിൽ മസാജ് ചെയ്യുക, ചെവിയുടെ പുറകുവശത്തായിട്ട് മസാജ് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ബ്ലഡ് വെസൽസിനെ നമ്മൾ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു മെലാറ്റോണിൻ ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ആവുകയും നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നമ്മളിപ്പോൾ ഉറക്കത്തിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ പെട്ടെന്ന് ഉറങ്ങാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഉറക്ക് ബെറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്, ഉറക്കം ഞെട്ടി എഴുന്നേൽക്കുന്ന സാഹചര്യം വരാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണോ ഡോക്ടറോട് അതിൻ്റെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.